നിസ്സാരം എന്ന് പറഞ്ഞിട്ട് നമ്മളിത് ഒഴിപ്പിച്ചപ്പോൾ പ്രതിമയില്ലാതെ ആവാഹിച്ചു. രാത്രി 12 മണിക്ക് പ്രതിമ തീരുന്നു. പുള്ളി വലിയ വർഷങ്ങളുടെ പ്രശ്നം മാറ്റി തന്നെ നന്ദിയൊക്കെ പറഞ്ഞിട്ട് പുള്ളി പോയി. പതുക്കെ തുടങ്ങി അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ രാത്രി ഇരുന്ന് കുറച്ച് മെഡിറ്റേറ്റ് ചെയ്ത് കുറേ ജപങ്ങളൊക്കെ എൻ്റെതായ ചില ടെക്നിക്കുകളൊക്കെ. പിന്നെ അവിടെ പോയി പൂജയെല്ലാം കഴിഞ്ഞ് തിരിച്ചിവിടെ വരുമ്പോൾ എൻ്റെ കാലയിൽ ഇങ്ങനെ പിടിച്ച് കയറുന്ന കാണാം, ഇങ്ങനെ മസിലേക്ക് കൂടെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് കയറുന്നത്. അന്നാണ് ഒരു കാര്യം ആദ്യമായിട്ട് മനസ്സിലായത്, വേദന ഒരു പരിധി കൂടുതലായി കഴിഞ്ഞാൽ ജപിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അഹങ്കാരം പോയി. എത്ര വലിയ യോഗിയാണെങ്കിലും തകരും. ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ എനിക്കത് കുഴപ്പമുണ്ടോ എന്ന് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ പറയുന്നില്ല, പറഞ്ഞ ഇനിയും പണിയായല്ലോ. അപ്പോൾ കുരഞ്ഞു വിളിച്ച് ദേവിയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സർവശക്തി എടുത്ത് പൂർണ്ണ സമർപ്പണത്തോടെ ക്ഷമിക്കണം, തെറ്റുപറ്റ് പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്തു. ദേവിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഈ സംഭവം കയറിയിരിക്കുക, നെഗറ്റീവ് കെമിക്കലാണ് ബ്രെയിനിന് മൊത്തം. പൂർണ്ണമായി അഹങ്കാരം വിട്ടുപോയ സമയത്ത് ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നുമല്ലോ നമ്മൾ ഒരു സംഭവമാണ്. ആ സമയത്ത് നമുക്ക് തോന്നി. അപ്പോൾ പണി നിസ്സാരം എന്ന് പറഞ്ഞിട്ട് നമ്മളിത് ഒഴിപ്പിച്ചപ്പോൾ ഇത് പ്രതിമയില്ലാതെ ആവാഹിച്ചു. രാത്രി 12 മണിക്ക് പ്രതിമ തീരുന്നു. നിവർത്തിയത് കൊണ്ടാണ്, കടയൊന്നുമില്ല. ഒരു നാണയം വെച്ചിട്ട് ആവാഹിക്കാനുള്ളൊരു മനസ്സ് കാണിച്ചില്ല. നമുക്കറിയാവുന്നുള്ളൊരു സാധനത്തിൽ നമ്മളിതങ്ങ് ആവാഹിച്ചു. മാറി. പുള്ളി വലിയ ഹാപ്പി ആയിട്ട് പോയി. പുള്ളി വലിയ വർഷങ്ങളുടെ പ്രശ്നം മാറ്റി തന്നെ നന്ദിയൊക്കെ പറഞ്ഞിട്ട് പുള്ളി പോയി. എനിക്ക് പതുക്കെ തുടങ്ങി കാലുവേദന. പതുക്കെ തുടങ്ങി അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ രാത്രി ഇരുന്ന് കുറച്ച് മെഡിറ്റേറ്റ് ചെയ്ത് കുറേ ജപങ്ങളൊക്കെ എൻ്റെതായ ചില ടെക്നിക്കുകളൊക്കെ ചെയ്ത് കഴിയുമ്പോഴേ ഇത് മാറത്തുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അന്ന് രാത്രി ഇരിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ പിറ്റേന്ന് ഇവിടെ പുലിത്തിട്ട കരുണാകപ്പള്ളി ഒരു ക്ഷേത്രമുണ്ട്. അവിടെ നമുക്ക് വലിയ ശ്രീചക്ര പൂജ, വലിയ കളമൊക്കെ ഇട്ടിട്ടുള്ള വലിയ ആൾക്കാർ വന്ന് വലിയ പ്രോഗ്രാം. അപ്പോൾ ആ പ്രോഗ്രാമിൽ ഇത് കളവിടാൻ അവർക്ക് അറിയത്തില്ല. കളവിടാൻ ഏൽപ്പിച്ചിരുന്ന ആൾ വന്നിട്ട് ഇട്ടിട്ട് ശരിയാവുന്നില്ല. അറിയാമെന്ന് പറഞ്ഞ് വന്നതാണ്, ശരിയാവുന്നില്ല. രാവിലെ പൂജയ്ക്ക് പോകുന്നുണ്ട്. ഞാൻ നേരെ രാത്രിയിൽ അവിടെ പോയി. ഇത് പിന്നെ സാരമില്ല, പിന്നെ ചെയ്യാമെന്ന്. വേദനയുണ്ട്. അവിടെ പോയി ഇതെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതങ്ങ് ലേറ്റായി. ഇട്ടിട്ട് വന്നു. രാത്രി ഇവിടെ വന്നു. ഇവിടെ ഇപ്പോൾ ഉറങ്ങാനില്ല, കുളിച്ചിട്ട് വേറെ പോകണം മതി. അപ്പോഴും ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്തില്ല. കുറച്ച് നേരം ഉറങ്ങാന്ന് വെച്ചാൽ 1 മണിക്കൂർ ഉറങ്ങി. ആ അന്നേരം മെഡിറ്റേറ്റ് ചെയ്താലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതെന്ന് വെച്ചു. ഇപ്പോൾ ഈ വേദന കൂടി വരുന്നുണ്ട്. പിന്നെ അവിടെ പോയി പൂജയെല്ലാം കഴിഞ്ഞ് തിരിച്ചിവിടെ വരുമ്പോൾ എൻ്റെ കാലയിൽ ഇങ്ങനെ പിടിച്ച് കയറുന്ന കാണാം, ഇങ്ങനെ മസിലേക്ക് കൂടെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് കയറുന്നേ. അങ്ങനെ വന്ന് വൈഫ് വണ്ടി ഓടിക്കാൻ പോയി, കാർ ഓടിക്കാൻ പോയി. വൈഫ് ഓടിച്ച് കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി. VSMലാണ് ആദ്യം കൊണ്ടുപോയി. കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തു. ഭയങ്കര വേദന. ഒരു ട്രിപ്പ് ഇട്ടു, മാറുമെന്ന് പറഞ്ഞു. മാറിയില്ല. ഡോക്ടറെ മാറിയില്ല. പുള്ളി പറഞ്ഞു എന്നാൽ ഉറങ്ങും കൂടി ഇടാൻ മാറിക്കോളൂ എന്ന് പുള്ളിയും പോയി. പുള്ളിയുടെ എക്സ്പീരിയൻസിൽ അങ്ങനെ 9 എണ്ണം ഇട്ടു രാത്രി വരെ. ഭയങ്കര വേദന. പിന്നെ ഒന്ന് അലറി വിളിക്കുക സൗണ്ടിൽ. അന്നാണ് ഒരു കാര്യം ആദ്യമായിട്ട് മനസ്സിലായത്, വേദന ഒരു പരിധി കൂടുതലായി കഴിഞ്ഞാൽ ജപിക്കാൻ പറ്റത്തില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അഹങ്കാരം പോയി. എത്ര വലിയ യോഗിയാണെങ്കിലും തകരും. നമുക്ക് ആ ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ എനിക്കത് കുഴപ്പമുണ്ടോ എന്ന് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ പറയുന്നില്ല, പറഞ്ഞ ഇനിയും പണിയായല്ലോ. അപ്പം അങ്ങനെ അന്നത്തെ അവസ്ഥയിൽ അതാണ് അവസ്ഥ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുരഞ്ഞു വിളിച്ച് ദേവിയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സർവശക്തി എടുത്ത് പൂർണ്ണ സമർപ്പണത്തോടെ ക്ഷമിക്കണം, തെറ്റുപറ്റ് പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്തു. ദേവിക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ സംഭവം കയറിയിരിക്കുക, നെഗറ്റീവ് കെമിക്കലാണ് ബ്രെയിനിന് മൊത്തം. അങ്ങനെ വന്ന ഒരു പീക്ക് ലെവൽ അപ്പുറം കഴിഞ്ഞപ്പോൾ, പൂർണ്ണമായി അഹങ്കാരം വിട്ടുപോയ സമയത്ത് അപ്പുറത്തെ മുറിയിലിരിക്കുന്ന വൈഫിൻ്റെ ബോഡിയിൽ ദേവി വന്ന് പ്രൊസസ് ചെയ്തിട്ട് വന്ന് ഇതിപ്പോൾ തീരും ഞാനാ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഹീൽ ചെയ്തു. വൈഫിൻ്റെ 2 പ്രാവശ്യം ഹീൽ ചെയ്തപ്പോഴത്തേക്ക് മാറി. വൈഫിൻ്റെ ബോഡിയിൽ ദേവി 2 പ്രാവശ്യം ഹീൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മാറി. പിന്നെ എളുപ്പം മെഡിറ്റേറ്റ് ചെയ്ത് റീകണക്ഷൻ പിടിച്ചു. പിന്നെ ഇന്ന് പറയാൻ പറ്റിയിട്ടില്ല. നമ്മളൊന്നും അല്ല, നമ്മൾക്ക് ആ രീതിയിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. പുറത്ത് ചിലപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് ചിലപ്പോൾ അഹങ്കാരമായിട്ട് തെറ്റിദ്ധരിക്കും ആളുകൾ. കോൺഫിഡൻസ് ചിലപ്പോൾ അഹങ്കാരമായിട്ട് തെറ്റിദ്ധരിക്കും. ഇവൻ ഭയങ്കര അഹങ്കാരിയാണെന്ന് പറയും. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾ
വളരെ ശ്രദ്ധിക്കാറുണ്ട് ആ എംപ്റ്റിനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പ്രശ്നമാവും, നമുക്ക് ഈ സംഭവം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എംപ്റ്റിനെസ് മെയിൻറ്റെയിൻ ചെയ്താൽ ഈ നോളജ് ഇങ്ങനെ വന്നോളും. ഈ നോളജ് പ്രപഞ്ചത്തിലുണ്ട്, നമ്മളാണ് തടസ്സം. നമ്മുടെ ഞാൻ ശ്രീധരൻ നമ്പൂരിയാണ് എന്നുള്ള ചിന്തകളും നമ്മുടെ പേഴ്സണാലിറ്റിയാണ് ഈ അറിവ് നമ്മളിലേക്ക് വരാൻ തടസ്സം. എല്ലാവർക്കും അറിവുണ്ട്, എല്ലാവരും കണക്റ്റഡാണ്. പക്ഷെ നമ്മളവിടെ നിൽക്കുന്നതുകൊണ്ട് ഇത് കിട്ടാത്തതാണ്. ഇപ്പം നമ്മളില്ലാതാക്കാൻ ഇനി ഈ സാധനാ പദ്ധതിയെല്ലാം ശ്രീവിദ്യാലയം, ബ്രഹ്മാണ്ട പിന്നാണ്ട് ഐക്യവും ഒക്കെ കൊണ്ടുവരുന്നതും ഒക്കെ നമ്മുടെ പേഴ്സണാലിറ്റി ചെറിയ ഒരു വരയെ നമ്മൾ കൈ ടച്ച് ചെയ്യാതെ ചെറിയ വരയാക്കാൻ എന്ത് ചെയ്യണം? വലിയൊരു വര. ആ വലിയ വരയാണ് ദേവി, ആ ഭഗവതി, അല്ലെ ആരാണോ ഉപാസിക്കുന്ന ആ ദേവത. അപ്പം നമ്മളിലേക്ക് ആ ദേവത നോളജ് കൊണ്ടുതരും. ആ ദേവത എവിടെ ഇല്ലെങ്കിൽ ഞാനൊരു സംഭവമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ നോളജ് ഒന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ആ നോളജ് കിട്ടാനുള്ള സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഒരു ദേവതയെ നമ്മൾ ഉപാസിക്കുക. അത് വീട്ടിലെ പരദേവതയെ ഉപാസിക്കുക. ഒരു വിളക്ക് കത്തിച്ച് അമ്മയെന്ന് വിളിച്ചാൽ മതി, ആ ദേവത പ്രസാദിക്കും. വേണ്ടതെല്ലാം ദേവത കൊണ്ടുതരും. നമ്മൾ നരേന്ദ്രമോദിയും അമിത്ഷായും കാണാൻ നടക്കുക. വാർഡ് മെമ്പർക്ക് പുല്ല് വിലയാണ്. വാർഡ് മെമ്പർ വിചാരിച്ചാലേ കാര്യം നടക്കത്തു. അതെ, പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? വളരെ ഒരേ പണിയെണിക്കത്തില്ല, നമ്മുടെ പാർട്ടിയുടെ ആളല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞായിരിക്കും. അപ്പോൾ എന്ത് പറ്റും? ഒന്നും കിട്ടത്തില്ല, നമ്മുടെ കാര്യങ്ങൾ നടക്കത്തില്ല. അവർ അയാൾ സഹായിച്ചെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുങ്ങല്ലൂർ, മൂകാംബിക, ചോറ്റാനിക്കര, ഗുരുവായൂർ, മറ്റു ഗുരുക്കന്മാരുടെ അടുക്കലൊക്കെ പോവും, ആശ്രമങ്ങളിലൊക്കെ പോവും. ലോകത്ത് എല്ലായിടത്തും നടക്കും ഈ പരദേവതയെ ഒഴിച്ച്. പരദേവതയ്ക്ക് വർഷത്തിലോ മാസത്തിലോ ഒരിക്കൽ ഒരു വഴിപാട് കൊണ്ട് തള്ളിക്കൊടുത്താൽ എല്ലാം ആയി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കും, ബാക്കിയുള്ള ദിവസം ഭദ്രകാളി ചത്തുപോയോ? അങ്ങനെയല്ലല്ലോ. നമ്മളാ ദേവതയോടെ ഉണ്ട്. നമ്മളാ ദേവത ഹൃദയത്തിൽ നിന്ന് നമ്മളാ ദേവതയെ വിളിച്ചാൽ ഒരു പൂട്ടല്ല, നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് അറിയാവുന്നോട്ട് മതി. പരദേവത ഡെയിലി സന്ധ്യാനാമജപം നിന്നപ്പോഴേ ഇത്രയും എന്തൊക്കെ പ്രശ്നം വന്നത്. നമുക്ക് അറിയാവുന്ന കൂട്ട് തെറ്റ് പറ്റിയാലൊന്നും കുഴപ്പമില്ല, നമ്മുടെ അമ്മയല്ലേ. നമ്മൾ പൂർണ്ണ സമർപ്പണത്തോടു കൂടി ആ പരദേവതയെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആ ദേവത എല്ലാ അറിവിലേക്കും ഈവൻ സമാധി വരെ കൊണ്ടുതരാൻ അത് മതി. പരദേവതയെ അറിയാത്തവരോ? പരദേവത എങ്ങനെയാണ് ഉണ്ടാവുന്നത്? കർണവരം, മുത്തശ്ശന്മാര് എല്ലാ അസുഖങ്ങളും ദുരിതങ്ങളും ആകുമ്പോൾ ഏതെങ്കിലും ജോസിനെ കാണും, പറയും ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം, ആരെങ്കിലും കൊണ്ടുവച്ച് പ്രാർത്ഥിക്കും, എന്തെങ്കിലും ചെയ്യണം എന്ന് പറയും കാര്യമായിട്ട്. അപ്പം കൊടുങ്ങല്ലൂരൊക്കെ, ചോറ്റാനിക്കരയോ കൊടുങ്ങല്ലൂരോ മൂകാംബിയൊക്കെ പോയി ഒരു വാളോ പീടോ പട്ടോ വീട്ടിൽ കൊണ്ട് പൂജാമുറി കൊണ്ടുവച്ച് ജപം തുടങ്ങുമ്പോൾ സ്വിച്ച് ഇട്ട് കൂട്ടി ഇതെല്ലാം നിൽക്കും. അപ്പോൾ അത് ഭയങ്കരമായി നന്ദി ഉണ്ടാവും ദേവതയോട്. നമ്മുടെ മനസ്സിൽ ഭയങ്കര സ്നേഹം ഉണ്ടാവും. അത് ഈ ദേവതയാണ് നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റി തന്നത്. അപ്പോൾ ആ സ്നേഹമാണ് ശരിക്കും ആരാധന, ഉപാസന എന്ന് പറയുന്നത്. അപ്പോൾ ആ പരദേവത അങ്ങനെ സപ്പോർട്ട് ചെയ്തിരിക്കും. ചില ആൾക്കാർ ഇപ്പോൾ ഇതെല്ലാം കൊണ്ട് കളഞ്ഞു. ഈ ഭൂപരിഷ്കരണ നിയമം വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ ഇത് ഒരാൾക്ക് വന്നു. അച്ഛൻ വഴിയാണ് അമ്മ വഴിയാണെന്ന് അറിയാൻ വയ്യാതായി. ഇപ്പോൾ അച്ഛൻ വഴി അമ്മ വഴിയൊക്കെ 5 8 പരദേവതയായി. ഇതിൽ ആരാന്നറിയത്തില്ല. ഇങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് നമ്മളെ ഏറ്റവും കൂടുതലും കണക്ഷൻ കിട്ടുന്ന ഒരു ദേവതയെ അങ്ങ് എടുക്കും. ബാക്കിയുള്ളവരും ജപിക്കും. മെയിനായിട്ടൊരു ദേവത എടുത്തിട്ട് നമ്മൾ ആ ദേവതയെ ഉപാസിക്കുന്നു. ഇനി അത് അറിയത്തില്ലെങ്കിൽ നമ്മൾ ഈ കാരണവരായിട്ട് മാറണം. നമ്മൾ ആ പഴയ കാരണവരില്ല, അത് നമ്മൾ ആ കാരണവരായിട്ട് മാറണം. നമ്മൾ കൊണ്ടുവരണം, എന്നിട്ട് ഉപാസിക്കണം. അപ്പോൾ വേറൊരു ദേവതയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കാലം വരെ ഇവർ കൊണ്ടുവന്നിരുന്ന, ഇപ്പോൾ വിഷ്ണുവിനെയാണ് ഇതിനു മുന്നേ ആരാധിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ആ കാരണവരായിട്ട് ഭദ്രകാളിയെ കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ ദേവതയെ വ്യത്യാസം വന്നില്ലേ? അല്ല, അതിന് ആചാര്യൻ്റെ ഒരു ഗൈഡൻസ് വേണം. നമ്മളൊരു ആചാര്യനിലേക്ക് നമ്മൾ ആ ഒന്നും അറിയത്തില്ലെങ്കിൽ അമ്മേനാരായണ ജപിക്കല്ല, അമ്മയെന്ന് വിളിച്ചാൽ മതി. ആ ദേവത വരണം, ആ ദേവത വരും അവിടെ. എന്നിട്ട് ആ ദേവത നല്ല ആചാര്യനിലേക്ക് എത്തിക്കും. പറഞ്ഞ മനസ്സിലായോ? എന്നിട്ട് വേണ്ടതല്ല ആ ദേവത കൊണ്ടുതരും അത്. അപ്പോൾ ആ തെറ്റത്തില്ല. അത് നമ്മൾ ചെയ്യുമ്പോഴല്ലേ തെറ്റുന്നേ. നമ്മൾ പക്ഷേ ആ കാരണവരായി മാറണം. നമ്മൾ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങണം എന്നാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ ഓടിപ്പോയി കൊണ്ടുവരിക എന്നുള്ളതല്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? നമ്മൾ നമ്മുടെ ജോലിയുടെയൊക്കെ ഇത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഒരു വിളക്ക് കത്തിച്ചിട്ട് ആ അഗ്നിയുടെ അത്രയും വലിയ വിഗ്രഹം വേറെയില്ല. ആ അഗ്നിയിലേക്ക് നമ്മുടെ അമ്മ വരുന്നു, പരദേവത വരുന്നു സങ്കല്പിച്ചിട്ട് ഓം പരാശക്തിയെ നമാന്ന് ജപിച്ചാലും പരദേവത വരും. എന്താണ് ജപിക്കുന്ന വിഷയമല്ല, എന്ത് ജപിച്ചാലും ആ ദേവതയെ സങ്കല്പം. കോടതിയിൽ ഇൻഡ്യൂഷനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞില്ലേ, ഇൻറ്റൻഷനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ കൂട്ട് നമ്മുടെ ഉദ്ദേശം
ആ അമ്മയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അമ്മ വരും. ആ അമ്മ നമ്മളെ ഗൈഡ് ചെയ്യും. ഈ പരദേവതകൾ എന്തുകൊണ്ടാണ് കൂടുതലും ഭദ്രകാളിയായിട്ട് കണക്കാക്കുന്നത്? പലപ്പോഴും പലരുടെയും പരദേവത എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അത് ഭദ്രകാളിയാണ്. അത് ശരിക്കും ഈ അവരവരുടെ ജോലിയായിട്ടൊക്കെയാണ് ഭയങ്കര ബന്ധവും. ഉം. പണ്ട് കാലത്ത് കാസ്റ്റ് സിസ്റ്റമാണല്ലോ. ഉം. അപ്പോൾ ആ കാസ്റ്റ് സിസ്റ്റത്തിൽ പെട്ടിട്ടാണ് അങ്ങനെയൊക്കെ. അതിപ്പം മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുടെ പരദേവത വാരാഹിയാണ്. ഉം. വാരാഹി പഞ്ചമി എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് അതിന് അമ്പലമൊക്കെ ഉണ്ട്. അതുപോലെ ഉള്ള സംഭവങ്ങൾ. അപ്പം ബ്രാഹ്മണർ ഈ വൈഷ്ണവരാണ്. വൈദികവും പരിപാടിയൊക്കെയാണ്. വിഷ്ണുവാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു കുലദേവതയായിട്ട്. നായർ സമുദായത്തിലുള്ള ആളുകൾ യുദ്ധത്തിന് പോകുന്ന ആളുകളായിരുന്നു. അവർ കളരി വെച്ചിട്ട് വാളും പീഠവും വെച്ച് ഭദ്രകാളി ഉപാസിക്കും. ഈഴവരിലും അങ്ങനെ ഭദ്രകാളിയും ശിവനും ഒക്കെ കണ്ടുവരുന്നുണ്ട്. ഈഴവർ വൈദ്യന്മാരായതുകൊണ്ട് അവർക്ക് ശിവനെ കണ്ടിട്ടുണ്ട് പലയിടത്തും. അപ്പം വൈദ്യന്മാരായിരുന്നു പഴയ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അങ്ങനെ ശിവനുണ്ട്, ഭദ്രകാളിയുണ്ട്. ശ്രീവിദ്യ പലരിലും കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ രണ്ട് ഭാഗങ്ങളിലൊക്കെ. ആര്യ സമുദായത്തിൽപ്പെട്ട അവരുടേതായിട്ടുള്ള രീതിയിൽ ഭദ്രകാളി ആരാധിക്കാറുണ്ട്. അപ്പോൾ എങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത് പല സമുദായം ഞാനങ്ങനെ പറയുന്നില്ല. വിരാട് വിശ്വകർമ്മ ദേവനാണ് വിശ്വകർമ്മ സമുദായത്തിൻ്റെ. വിശ്വബ്രാഹ്മണർ എന്നൊക്കെ പറയത്തില്ല എന്ന് പറയുന്ന വിശ്വകർമ്മ സമുദായത്തിലുള്ള ആളുകളുടെ വിരാട് വിശ്വകർമ്മ. പക്ഷേ അത് കുലദേവതകളാണ് ഞാൻ പറയുന്നത്. ഈ കുലദേവതയിൽ നിന്നും പരദേവത ഉണ്ടായി വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ആ പരദേവതയും കുലദേവതയും ഒക്കെ ഭദ്രകാളിയായിരിക്കും. കുലദേവതയും പരദേവതയും രണ്ടും രണ്ടാണോ? ആ, രണ്ടും രണ്ടായിട്ടും ഒന്നായിട്ടുണ്ട്. ഇത് ഇത്രയും കൺഫ്യൂഷൻ വരുന്നത് അതുകൊണ്ടാണ്. ഇതെല്ലാം ഒന്നായിട്ടും രണ്ടായിട്ടും ഒക്കെ ഉണ്ട്. ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയും കൺഫ്യൂഷൻ വരുന്നത് അതുകൊണ്ടാണ്. ഇപ്പം നായർ സമുദായത്തിലുള്ള ഒരാൾക്ക് അയാളുടെ കുലദേവത ആരാണ്? ഭദ്രകാളി. യുദ്ധത്തിന് പോകുന്നുണ്ട്. പോർക്കലി എന്നൊക്കെ പറഞ്ഞിട്ട് വടക്കോട്ട് അദ്ദേഹത്തിൻ്റെ ആ വീട്ടിൽ വെച്ച് പൂജിക്കുന്നത് ഈ പരദേവതയായിട്ട് ഈ ദേവതയായിരിക്കും. കളരിയിൽ ഒക്കെ അല്ലെ വീട്ടിൽ. അപ്പോൾ അതെന്തായി? പരദേവതയായി. ധർമ്മദൈവം എന്ന് പറയും. ഒരു വീട്ടിൽ കുലദേവത കുലത്തിൻ്റെ ദേവത, പരദേവത ആ വീട്ടിൽ ഒരു കുടുംബത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ വെക്കുന്ന ദേവത. ഉപാസനാമൂർത്തി ഈ വീട്ടിൽ 5 പേരുണ്ട്, 5 പേർക്ക് 5 ആവും. ഒരാൾക്ക് വിഷ്ണു ആയിരിക്കും, ഒരാൾക്ക് കൃഷ്ണ ആയിരിക്കും, ഒരാൾക്ക് ശിവനായിരിക്കും, ഒരാൾക്ക് ദേവി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വ്യത്യാസം മനസ്സിലായോ? പരദേവത, കുലദേവത, ഉപാസനാമൂർത്തി ഇതെല്ലാം ഒന്നായിട്ടുള്ളതുണ്ടല്ലോ. കുലദേവത ഭദ്രകാളി, പരദേവത ഭദ്രകാളി, ഉപാസനാമൂർത്തി ഭദ്രകാളി. പക്ഷേ അയാളുടെ സഹോദരന് കുലദേവത ഭദ്രകാളി, പരദേവത ഭദ്രകാളി, ഉപാസനാമൂർത്തി കൃഷ്ണൻ. തെറ്റില്ല ഞാൻ പറയുന്ന? മനസ്സിലാവുന്നുണ്ടോ? കാരണം അയാൾക്ക് സിദ്ധി വന്നത് ആ ദേവതയില. അയാൾ ജപിച്ചപ്പോൾ അയാൾക്ക് കാര്യങ്ങൾ നടന്നത് വിഷ്ണുവിനെ വിളിച്ചപ്പോഴാ. അപ്പം അത് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. അതതിന് ഇവിടെ തെറ്റില്ല. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞോട്ട് ഇവിടെ തെറ്റില്ല. എല്ലാം ഒന്ന് തന്നെയാണല്ലോ. പിന്നെ പ്രാണനാണ് വർക്ക് ചെയ്യുന്നത്. പിന്നീട് അയാൾക്കൊരു സന്തതി ഉണ്ടാകുകയാണെങ്കിൽ ആ സന്തതിയുടെ ഈ പരദേവത മാറത്തില്ല. ഉപാസനാമൂർത്തി ചിലപ്പോൾ മാറിയെന്നിരിക്കും, മാറിയില്ലെന്നും ഇരിക്കും. അല്ല, പരദേവത അപ്പോൾ വിഷ്ണുവായിട്ട് കണക്കാക്കിക്കൂടെ? അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഇല്ല, അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഉപാസനാമൂർത്തിയല്ലേ. പരദേവത കുടുംബദേവതയാ. അല്ല, അവര് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീട് മാറി അവിടെ ആ രീതിയിൽ പോകും. അവിടെ പോയാൽ ഈ പരദേവതയെ മാറ്റാൻ പാടില്ല. അവിടെ ഒരു ശ്രീചക്രോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഈ പരദേവതയെ പ്രാർത്ഥിക്കണം. ഇപ്പോൾ കുടുംബദേവത അതുകൊണ്ട് മാസത്തിൽ ഒരിക്കലേ തുറക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനെ വിളിക്കത്തില്ല എന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം. അവിടെ ഒരു ശ്രീചക്രോ തകിടോ അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ചാലും മതി. ആ പരദേവത എന്നും വിളിച്ചു കഴിഞ്ഞാൽ അതോട് സാന്നിധ്യമുണ്ട്. കാശുണ്ട് എന്നും പൂജ നടത്തത്തില്ലയോ? അപ്പം എന്നും അവിടെ നമ്മൾ ആ പരദേവത വിളിച്ചാൽ മതി. ആ മൂലമന്ത്രം പറഞ്ഞു തരണമെങ്കിൽ പറഞ്ഞു തരണം, അത് വാങ്ങിച്ച് ജപിക്കുക. അതല്ലെങ്കിൽ നമുക്ക് അമ്മേനെ വിളിച്ചാൽ മതി. അപ്പം എങ്ങനെ വേണേൽ പരദേവത വിളിക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലാവും? അമ്മയുടെ പേര് വിളിക്കണം എന്നില്ല. കുഞ്ഞ് അമ്മേനെ വിളിച്ചാലും വരും. അതാണ് ആ പരദേവതയുടെ പ്രത്യേകത. അതാണ്. അപ്പം എന്ത് വിളിച്ചാലും മതി. നമ്മൾ ഹൃദയത്തിൽ സ്നേഹത്തോടെ, സമർപ്പണത്തോടെ, പൂർണ്ണ സ്നേഹത്തോടെ. സ്നേഹമാണ് ഭക്തി. പലർക്കും ഇതറിയില്ല. ഭക്തി വേറെ എന്തോ സംഭവം. അങ്ങനെയല്ല, സ്നേഹമാണ്. പൂർണ്ണ സമർപ്പണത്തിലുള്ള സ്നേഹമാണ്. അൺകണ്ടീഷണൽ ലവാണ് ഭക്തി എന്ന് പറയും. ആ ഭക്തിയോടു കൂടി, ആ സ്നേഹത്തോടു കൂടി വിളിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇത് എന്ത് വിളിച്ചാലും മതി. എന്ത് വെച്ചിട്ട് വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും ആ പരദേവതയെ വിളിക്കണം. ഉപാസനമൂർത്തിയെയും വിളിക്കാതെ കഴിഞ്ഞ് ഇഷ്ടദേവതയെ വിളിക്കാം. ഇവിടെ നമുക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ.
പിന്നെ ഈ ധ്യാനങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപാട് മെഡിറ്റേഷൻ ടെക്നിക്കുകളുണ്ട്. ഇന്ന് യൂട്യൂബൊക്കെ നോക്കി ഒരുപാട് ആളുകൾ ഒരുപാടുണ്ട്. പഠിക്കുന്നുണ്ട്. പല ധ്യാനങ്ങൾ, പല രീതികൾ. ഉം. പക്ഷേ ചില ആളുകൾക്ക് മാത്രമാണ് എനിക്കെന്തോ കിട്ടിയെന്ന് തോന്നുന്നത്. അതായത് ചിലർക്ക് ഈ ഹീലിംഗ് മൊഡാലിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇവർ എനർജി പാസ് ചെയ്യുമ്പോൾ ഒരു വിറയലും അങ്ങനെ ഒരു വിഷയം ഇവർക്ക് വരും. പക്ഷേ രാവിലെ തൊട്ട് വർഷങ്ങളായിട്ട് ഇപ്പോൾ 3 മണിക്കും 4 മണിക്കും എണീറ്റിരുന്ന് ഒത്തിരി നേരം മണിക്കൂറുകളോളം ഇരുന്ന് ധ്യാനം ചെയ്യുന്ന ആളുണ്ട്. ഇവർക്ക് ഈ രീതി കിട്ടുമ്പോഴാണ് അയ്യോ എനിക്കിപ്പോഴാണ് എന്തോ കിട്ടിയതായിട്ട് തോന്നുന്നത് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചിലപ്പോൾ നമ്മൾ മെഡിറ്റേഷനിലിരിക്കുമ്പോൾ എന്തോ ഒന്ന് കിട്ടി എന്ന് തോന്നുന്നത് എപ്പോഴാണ്?